ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വൈറലായ ഒരു മലയാളത്തിലൊരു പ്രാങ്ക് വീഡിയോനെ പറ്റിയാണ്. ഈ പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ച് അവസാനം അവർ കുറച്ച് സംഗതി വഷളാകുമ്പോഴേക്കും ഇവിടെ ക്യാമറയുണ്ട് അവിടെ ക്യാമറയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്രാങ്ക് വീഡിയോ. അങ്ങനെ ഇപ്പോൾ ഒരു പ്രാങ്ക് വീഡിയോ ഏകദേശം ഒരു 5-10 ദിവസം കൊണ്ട് 5 ലക്ഷത്തിൽ മേലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. യൂട്യൂബിൽ വൈറലായിരിക്കുകയാണ്. ഈ പ്രാങ്ക് വീഡിയോ ചെയ്തിരിക്കുന്നത് ബിഗ് പ്രാങ്ക്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ആളാരാണെന്ന് വെച്ചാൽ ഈ കൈരളി ടി വിയിലെ തരികിട, അതുപോലെ സൂര്യ ടി വിയിലെ ഗുലുമാൽ, കൗമുദി ടി വിയിലെ ഓ മൈ ഗോഡ് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്ത് ഏകദേശം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഫ്രാൻസിസ് സേവ്യർ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു അനില എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ പോയി ഒരാളെ പറ്റിക്കുന്ന ഒരു വീഡിയോ, അതാണ് തുടക്കം. ബാക്കി എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് പതുക്കെ കാണാം. എന്തായാലും വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാം. ഇന്ന് ഞങ്ങളുള്ളത് അടൂരാണ്. അടൂർ ഹരി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഹരിയുടെ ഒരു ഫ്രണ്ടിന്, ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ്, പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഭവിക്കുക കാണാം. ഞാൻ വിളിച്ചിട്ട് വരാം. വിളിക്ക്. ഞാനെന്തായാലും അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ നിൽക്കി. ഓ സുരേഷേ, വന്നേ, എന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ ഫോൺ വിളിച്ചെടുക്കാത്ത? എന്താ എടുക്കാത്ത? എന്തോ ശല്യം? അപ്പൊ ഇങ്ങനെയൊക്കെയാ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ഹരിയുണ്ട്. ഹരിയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഈ അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനി കേക്കും കൊണ്ട് പോയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ കാണാം. ഞാനും പറയാം, എന്നോട് ഒരു 100 നാട് വെച്ച ഒരു പണിയുടെ കാര്യത്തിന് വന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രേമമാണെന്ന് എനിക്കറിയത്. എന്നെ ഓട്ടം വിളിച്ചോണ്ട് വന്നത്. വന്നിട്ട് പറഞ്ഞ് സുരേഷിനെ കാണണം, കേക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. എനിക്ക് ഇവനെ അറിയാം. 100 നാട് എൻ്റെ വീട്ടിൽ പണിക്ക് വന്നവനാ. ഇതാരാണ് നിന്റെ? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞേ. 2 പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേരില്ലേ കണ്ടോണോ? അതിനെ നീ ഓർത്തു. ഞാൻ പോകാം. അങ്ങനെ ഈ അനിത പോയിട്ട് പറയാണ്, പിന്നെ ഇവൻ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഉള്ള കല്യാണത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, കല്യാണം കഴിക്കാത്ത ആളാണ് ഞാനെന്നൊക്കെയാണ് സുരേഷ് പറഞ്ഞതെന്നൊക്കെയാണ് അനിത പറയുന്നത്. അങ്ങനെ അവിടെ ഭയങ്കര സീനായി. അപ്പോൾ ഇനി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്വഭാവം ഇങ്ങനെ തന്നെയാണോ? ക്രിസ്മസ് അല്ല അവനൊരു കേക്ക് കൊടുക്കാന്ന്. പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് പിന്നെ ആർക്ക് കൊടുക്കണം? പിന്നെ അവന് കൊടുക്കാൻ കൊണ്ടുവന്ന കേക്ക് ഞാൻ അവന് കൊടുക്കും. എന്നെ എന്തിനാ നോക്കുന്നേ? നീ ഇയാളെ കൂട്ടുകാരനല്ലേ? എന്റെ കൂട്ടുകാരനാണ്. എന്നോട് എങ്ങനെ പറഞ്ഞിട്ടാണ് വണ്ടി വിളിച്ചോണ്ട് വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അപ്പോൾ ഇവർ ഈ കൊണ്ടുവന്ന കേക്ക് ഈ സുരേഷിന് വേണ്ട, നീ നിൻ്റെ പാട് നോക്കി പോയിക്കോ. അപ്പോൾ അങ്ങനെ ഓട്ടോ ഡ്രൈവർ അവിടെ പെട്ടു. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും അറിയില്ല, ഞാൻ ഈ ഓട്ടം വിളിച്ച് തന്നെ ഇവിടെ കൊണ്ടുവന്നാണ്, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കേക്ക് എടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയാണെന്ന് ഞാനിപ്പോൾ അറിയുന്നുണ്ട്. ഞാനോടല്ലേ കൊടുക്കുന്നത്? ഇപ്പോൾ ഫോൺ വിളിക്കുന്നത് അറിയത്തില്ലായിരുന്നോ? എനിക്ക് എന്റെ വണ്ടിക്കൂലി വന്നാൽ ഞാനങ്ങ് പോകും. ഇനിയാണ് ഇതിൻ്റെ ടിസ്റ്റ്. കാരണം ഈ സുരേഷിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ മുഖക്കം അങ്ങോട്ട് വിറളി. ഇത് സത്യമാണെന്നൊക്കെ വിശ്വസിച്ച് ഇവരുടെ പെരുമാറ്റമൊക്കെ ശരിക്കും അങ്ങോട്ട് കോപത്തിൻ്റെ അങ്ങേയറ്റെത്തി. അപ്പോൾ ഇനി ബാക്കിയുള്ള ടിസ്റ്റ് നമുക്ക് കാണാം. എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ട് പണിക്കൊന്നും ഞങ്ങൾക്ക് പരിചയമുണ്ട്. നീ കേക്ക് കുടിക്കും. കേക്കും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, എന്തൊരടിയല്ലേ, എന്തൊരടിയാ. അത് അപ്പം തന്നെ അവനും കിട്ടി. രണ്ടുപേരും നല്ല കിണ്ണം കാച്ചി അടി കിട്ടി. അതാ ഭാര്യ ആകെ വയലൻ്റായിരിക്കുകയാണ്, സംഗതി ആകെ അലമ്പായിരിക്കുകയാണ്. എന്തൊരടിയാണല്ലേ. ഈ അനിതക്കും അടി കിട്ടി, അതുപോലെ സുരേഷിന് അടി കിട്ടി, ഭാര്യയുടെ കയ്യിൽ നല്ല അടി കിട്ടി, നല്ല പട കിട്ടി. പിന്നെ ഈ അമ്മ വന്നിട്ട്, സുരേഷിൻ്റെ അമ്മ വന്നിട്ട് തെറിയോട് തെറിയാണ്. ഈ ബീപ്പുമായിട്ട് നമ്മുടെ ചെവി അടഞ്ഞു പോകും. അമ്മാതി ഫുൾ ബീപ്പാണ് ഇവിടെ. എനിക്ക് പിന്നെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും പൊടിഞ്ഞോണ്ടിരിക്കുവാ. എന്റെ കുഞ്ഞിനെ നിങ്ങളായിട്ട് കരുതുന്ന പോലല്ല. എന്തിനു വെറുതെ അനാവശ്യം പറയണേ? എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചാൽ. അവസാനം സുരേഷിൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ സുരേഷിൻ്റെ അച്ഛൻ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ പറയുന്നുണ്ട്,
സുരേഷും പിന്നെ ഇവരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അച്ഛൻ്റെ പ്രകടനം കാണാം. ഓട്ടോ വിളിച്ചോണ്ട് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു പണിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്ന് കഴിയുമ്പോ പറയാ സുരേഷും അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു നേരത്തെ. പണിക്ക് പോയി ഇവിടെ നൂറിനാട്ട് വെച്ച് നൂറിനാട്ടൊരു വീട്ടിൽ ഇപ്പം പണിക്ക് പോയി അവിടെ വെച്ച് കണ്ടതാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോ പറയാ കേക്ക് മേടിച്ചിട്ടുണ്ട്, അവന് ക്രിസ്മസിന്റെ കേക്ക് കൊടുക്കാം. അങ്ങനെ അച്ഛനും അമ്മയും സുരേഷിൻ്റെ ഭാര്യയൊക്കെ പതുക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. ഇപ്പോഴാണ് നമ്മുടെ തരികിടയിലെ ചേട്ടൻ, നമ്മളെ ഫ്രാൻസിസ് സേവ്യർ ചേട്ടൻ ഇപ്പോഴാണ് രംഗത്ത് വരുന്നത്. അങ്ങനെ വന്നിട്ട് പറയും ഞാൻ പഞ്ചായത്തിലുള്ള ആളാണ്, എന്താണ് നിങ്ങളെ പ്രശ്നം എന്നൊക്കെ അങ്ങനെ വന്നിട്ട് പറയും. അപ്പോൾ ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത് ഒന്നും കൂടെ നോക്കാം. ശരിച്ചില്ലേ ഞാൻ എതിരെ നിൽക്കണേ എതിരെ നിന്നിട്ട് ഇവിടെ ഈ കണ്ടേണ്ടാണോ ഞാൻ അന്നേരം നിന്നോട് കഴിഞ്ഞ ആഴ്ച നിന്നോട് ഞാൻ ചോദിച്ചില്ലേ കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ നീ എനിക്ക് അറിയാൻ നടത്തി അപ്പം നിൽക്കടേ ഞാൻ പൊക്കളെ അടി നമ്മൾ അതിൻ്റെ ചേച്ചി കിട്ടിയ അടിയുണ്ട്, അത് വീണ്ടും കിട്ടി, നല്ല അടി, കഷ്ടായി പോയി കേട്ടോ. ഹലോ പിന്നെ തുരുതുരാ അങ്ങോട്ട് അടിയാണ്. സുരേഷിന് അടി കിട്ടും, അനിതക്കും അടി കിട്ടും, അങ്ങനെ തുരുതുരാ അടിയാണ്. പിന്നെ അങ്ങനെ നല്ല അടി കൊണ്ടിരുന്ന അനിതയെ വീട് തല്ലാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്കും സംഗതി ഏകദേശം ആകെ വഷളായ അവസ്ഥയാണ്. അങ്ങനെ അവസാനം നമ്മൾ അനിത അടികെട്ടി കിളിപോയി അവിടെ ഇരിക്കുകയാണ്. ഫ്രാൻസിസ് ചേട്ടനെല്ലാം കൂടെ ഇനി ഇതൊക്കെ സോൾവ് ചെയ്യാം, സംഗതിയൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അവസാനം ഈ ഫ്രാൻസിസ് പോയിട്ട് പറഞ്ഞു ഇത് പിന്നെ പ്രാങ്കാണ്, ഇങ്ങനെയൊന്നും ഇല്ല, നിങ്ങളിതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അവർ ചിലപ്പോൾ സമ്മാനങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പി ആയി കാണും, എന്നാലും ഒരു ഒന്നൊന്നര പറ്റിക്കലായിപ്പോയി. പിന്നെ ഈ സബ്ജക്റ്റ് ആണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ്, കാരണം ഈ അവിഹിതം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് റിയാക്ഷൻ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇവരുടെ ഭാഗ്യം, കാരണം വേറെ ആരെങ്കിലും പെട്ടെന്ന് ആ മെൻ്റൽ ഷോക്കിൽ കിണറ്റിച്ച് ചാടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാങ്ക് ഷോ മൊത്തം കൊളായനെ. പിന്നെ ഈ ചേച്ചിയെ സമ്മതിക്കണം, ഈ അനിത എന്ന് പറഞ്ഞാൽ അവരെ സമ്മതിക്കണം, കാരണം അവർ ഇത്രയും അടി കിട്ടിയിട്ട് അവർ ആ ഡെഡിക്കേഷനോട് കൂടി ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തല്ലോ. ശരിക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ അതിൽ കാണാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. ബൈ ബൈ.